യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മീൻ വിൽക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ലൂണായിലും ചരുവത്തിലും ഒക്കെ തലച്ചുമടായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അവരവരുടേതായ ഒരുപാട് കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിയോഗം സമർപ്പിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. യോനാ പ്രവാചകന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. യോന നിനവയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും അവിടെ പോകുന്ന സമയത്ത് മീനിന്റെ ഉള്ളിലൊക്കെ കുടുങ്ങുന്ന സമയമൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു കഷ്ടതയുടെ സമയത്ത് യോനാ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരു ഞെരുക്കം വന്നു, ഒരു കഷ്ടത അനുഭവിക്കുകയാണ്, അതിൽ നിന്ന് പുറത്തു വരണം. ഉടനെ തന്നെ എന്ത് ചെയ്തു? പിതാവായ ദൈവത്തെ വിളിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ വചനം പറയാണ്, എൻ്റെ കഷ്ടതയുടെ സമയമാണത്, എനിക്ക് ഇതിൽ നിന്ന് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രയാസം വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, ഒരു സങ്കടം കടന്നു വരുമ്പോൾ ഈ ഒരു വചനമൊക്കെ ഒന്ന് ധ്വാനിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ കർത്താവ് കൂടുതൽ അനുഗ്രഹം നമുക്ക് തരും അല്ലേ. ഈ ടോക്ക് കേൾക്കുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കഷ്ടത അനുഭവിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ യേശു നാമത്തിൽ ആ കഷ്ടതകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.